കേളി ഹെയർ റൂട്ടീൻ കുറച്ചധികം മാസങ്ങളായിട്ട് എൻ്റെ DMs-ഉം കമന്റ് സെക്ഷനും ഫുൾ ഇതായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ദിസ് വീഡിയോ ഇസ് ഫോർ യു ഗൈസ്. ഞാനിപ്പോൾ കറന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്ട്സ് കേളപ്പിൻ്റെ പ്രോഡക്ട്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഡിഫ്യൂസറും ഈ ഒരു കോമ്പും വെച്ചിട്ടാണ് എൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഞാൻ വേറെ ഒരു മെത്തേഡും ട്രൈ ചെയ്തിട്ടില്ല ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് ഇറക്കാം. സ്റ്റൈൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുടി നല്ല വെറ്റായിരിക്കണം. ഞാൻ കേൾ ക്രീം അപ്ലൈ ചെയ്യാന്ന്. ഞാൻ ബാക്കിലുള്ള മുടിയിൽ നിന്നാണ് കേട്ടോ തുടങ്ങാം. ഈ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യാറ്. ഈ ഒരു കോമ്പിന് വെറും 250 രൂപയുള്ളൂ. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായതാണ്. ഇതിന്റെ ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്യാം. ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഇടയിലേക്ക് മുടി ഇങ്ങനെ കൊണ്ടുവരണം. ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് അഗാരോന്റെ ഈ ഒരു ഡിഫ്യൂസർ ആണ്. ഞാൻ മുന്നേ കുറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഡിഫ്യൂസർ. അതായത് 2000 താഴെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ കൂടെ അതുപോലെ തന്നെ വേറെയും കുറെ അറ്റാച്ച്മെന്റ്സ് വരുന്നുണ്ട്. എനിക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഡിഫ്യൂസർ ആണ്. ഇപ്പം എൻ്റെ ഹെയർ ഒരു 60% ഹെയർ ഉണങ്ങിയിട്ടുണ്ട്. ഇച്ചിരി കൂടി ഒന്ന് ഉണങ്ങാനുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഉണങ്ങിയിട്ട് ഞാനൊന്നുകൂടെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ, കേളി ഹെയർ റൂട്ടീൻ എന്നൊക്കെ പറയുന്നത്. സിമ്പിളാണ് ഗൈസ്. അപ്പോൾ ചോദിച്ചവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു മെത്തേഡ്. അതുപോലെ തന്നെ ഈ പ്രോഡക്ട്സിൻ്റെയൊക്കെ ലിങ്ക് വേണ്ടവർ കമന്റ് ചെയ്യാം. എൻ്റെ മുടി മുഴുവനായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എപ്പോഴും പാർട്ടീഷൻ ആക്കിയിട്ട് കുറച്ച് മുടിയായിട്ട് മാത്രം ആ കോമ്പ് വെച്ചിട്ട് ചെയ്യാം. പിന്നെ മുടി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ കേൾസ് എടുത്തിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ വോളിയം തോന്നിക്കും ഗൈസ്. അതുപോലെ തന്നെ ഡിഫ്യൂസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വോളിയം ആൻഡ് ബൗൺസി ആയിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ കേളി ഹെയർ റൂട്ടീൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ എടുത്തോളും.